ഒരു പ്ലാച്ചർ പൈലിൻ്റെ ചിന്ന ആഗ്രഹം. ആൻറ്റി, സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഈ ചിന്ന തീവെട്ടിയുടെ പേരാണ് പ്രൈസ് പീരിമേഡ്. ടിജോ പ്ലാച്ചറുടെ അടുത്ത് നിന്നും അഭിക്ഷിക്തനായ ഒരു ചിന്ന തീവെട്ടി ഇപ്പോൾ GA മിനിസ്റ്ററീസ് എന്ന പേരിൽ കോട്ടയം കേന്ദ്രീകരിച്ച് പ്ലാച്ചറാണ് എന്ന പേരിൽ ഉഡായിപ്പുകൾ നടത്തി വരുന്നു. ഇവൻ്റെ മുഖ്യ പരിപാടികൾ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്ന സ്ത്രീകളുമായി ചങ്ങാത്തം കൂടി പണം കടം വാങ്ങുക, പിന്നെ അശ്ലീല ചാറ്റിങ്ങും. ടിജോയുടെ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ ശിഷ്യന്. ആദ്യം ഇവൻ്റെ വചനപ്രഘോഷണം നമുക്ക് കേൾക്കാം. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ആത്മാവ് പ്രവചിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട ആരൊക്കെ എന്നെ കേൾക്കുന്നു, ആരുമില്ലെന്ന് പറയുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു, ആത്മാവ് നിർബന്ധിക്കുക, നിന്നെ ചേർത്ത് പിടിക്കുന്ന പ്രാപിക്കത് ഇന്ന് പകൽ നീ ആരുമില്ലാത്തവനല്ല, നീ അനാഥനല്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന. വേദിയിൽ വലിയ വചനമൊക്കെ പറയുമെങ്കിലും ഇവൻ്റെ ശല്യം സഹിക്കവയ്യാഞ്ഞ് ഇവൻ്റെ പ്രായമുള്ള ഒരു മകനും മകളുമുള്ള ഒരു സ്ത്രീ പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു. ഇവൻ്റെ രോഗം മനസ്സിലായ ആ സ്ത്രീ ഇവൻ എവിടെ വരെ പോകുമെന്ന് നോക്കി. അങ്ങനെ ഇവൻ നടത്തിയ സകല ചാറ്റിങ്ങും കോളുകളും അവർ ഡോക്യുമെൻ്റാക്കി. അമ്മയുടെ പ്രായമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൻ പിന്മാറാൻ കൂട്ടാക്കിയില്ല. അവന് ആൻറ്റിയുമായി സെക്സ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇവനെ വിളിച്ചു വരുത്തി 2 പൊട്ടിക്കുവാൻ പദ്ധതിയിട്ടെങ്കിലും അവർ അതിന് മുതിർന്നില്ല. ആ വിവരങ്ങൾ ഞങ്ങൾക്ക് കൈമാറി. ഇവൻ്റെ പ്രായം കണക്കിലെടുത്ത് ഇവൻ്റെ ഫോട്ടോ ഞങ്ങളൊന്ന് മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ്റെ വീഡിയോ ക്ലിപ്പുകളും വോയിസ് ക്ലിപ്പുകളും പുറത്തുവിടുന്നില്ല. കാരണം നിനക്ക് വേണമെങ്കിൽ നന്നാകുവാൻ ഇനിയും അവസരമുണ്ട് എന്നതുകൊണ്ട് മാത്രം. ഇനിയും ഒരുപക്ഷെ ഒരവസരം കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഇനിയുള്ള വിവരങ്ങൾ ആ യുവതി തന്നെ വിവരിക്കുന്നത് കേൾക്കുക. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാ വിളിക്കുന്നത്. ഒരു വിവരം പറയാൻ വേണ്ടിയാ വിളിക്കുന്നേ. കോട്ടയത്തുള്ള ഒരു പയ്യൻ, ഒരു പാസ്റ്റർ, 24 വയസ്സേ ഉള്ള ആ പയ്യന്. ഞങ്ങള് കത്തോലിക്കായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇപ്പൊ ബെന്തിക്കോസ് പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാൾ. കോവിഡിന് മുമ്പ് വരെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. കോവിഡ് ആയ പിന്നെ പോയിട്ടില്ല. അപ്പോഴേ ഞാൻ ഈ പയ്യനെ എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. നമ്മുടെ വീട്ടിലൊരു മോള് നിൽപ്പുണ്ടായിരുന്നു. ആ മോൾക്കൊരു ആക്സിഡന്റ് പറ്റി. അവള് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. ഇതൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഒരുപാട് ആന്റിമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. എല്ലാവരോടും വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് ഈ ഒരു ആന്റി, ഇടുക്കിയിലുള്ള ഒരു ആന്റിയാ, വേറൊരു പാസ്റ്ററിന്റെ വൈഫിന്റെ അമ്മയാ, എനിക്ക് നമ്പർ വന്നിട്ട് പറഞ്ഞു, മോളെ ഈ പയ്യനെ വിളിക്ക്, പ്രാർത്ഥിക്കൂ എന്നൊക്കെ പറഞ്ഞു. ഈ പയ്യനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിപ്പിച്ചു. അല്ല, എനിക്ക് ഇവരെ ഒന്നും നന്നായിട്ട് അറിയത്തേ ഇല്ല. അറിയാതിരുന്ന ഒരാളാ. ഇങ്ങനെ ഒരാളെ നമ്പർ വന്നു, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റാന്ന് പറഞ്ഞ്, പയ്യനാന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവരുടെ ഫാദറും മദറും ഒക്കെ എന്നെ വിളിച്ച് സംസാരിച്ചു. ഈ കൊച്ചു മരിച്ചില്ല. ഞാൻ ആ കുട്ടിയെ കൊണ്ട് അവരുടെ വീട്ടിൽ തിരികെ ആക്കി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ഫാദർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ആന്റി ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കുന്നത് ആന്റി ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിൽ പോയി. ഇവരപ്പന് വെറും സാധു മനുഷ്യര്, വെറും സാധുക്കൾ എന്ന് വെച്ചാൽ വളരെ കൂലി ജോലി. ആ പുള്ളി പയ്യന്റെ അപ്പനാണെങ്കിൽ എവിടെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങാണ്ട് സെക്യൂരിറ്റി ആയിട്ട് പോയി ജോലി ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ പോയി എന്നെ കഴിയാവുന്ന ചെറിയൊരു സഹായം ചെയ്തു. ഞങ്ങൾ ഇങ്ങി പോന്നു. പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ചിട്ടേ ഇല്ല. എന്നെ വിളിച്ചിട്ടില്ല, ഞാനും വിളിച്ചിട്ടില്ല. തിരിച്ചു വന്നു. എനിക്ക് വയറിനകത്തൊരു മുഴ പോലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ക്യാൻസർ ആയിരുന്നു. എന്നിട്ടും ഞാൻ ഈ പാസ്റ്റർമാരെ ആരെയും വിളിച്ചില്ല, സംസാരിച്ചില്ല. RCC പോയി ട്രീറ്റ്മെന്റ് ചെയ്തു ഒക്കെ ഇരുന്ന്. ഒരു ദിവസം ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആന്റി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്തോ മോനെ? അത് ആന്റി ഇതുപോലെ എൻ്റെ കൂടെ ഞങ്ങൾ ദൈവദാസന്മാർ 2 പേര് വന്നപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി. ആന്റി എനിക്കൊരു 1000 രൂപ 2000 രൂപ എങ്ങാണ്ടൊന്ന് ഇട്ട് തരണം. എനിക്കൊരു നിവർത്തിയില്ല. ഈ പയ്യനെ ഞാൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ആക്കിയിരിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ 2000 ഇല്ല എൻ്റെ കയ്യിൽ, ഞാനൊരു 1000 രൂപ ഇട്ട് തരാമെന്ന്. ഞാനൊരു 1000 രൂപ ഇട്ട് കൊടുത്തു. പിന്നെ ഇവരുടെ ഒരു അഡ്രസ്സും ഇല്ല, ഒരു വിവരവും ഇല്ല. ഇവരെന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടും ഒന്നുമില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ വീണ്ടും എന്നെ വിളിച്ചു, ആന്റി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? അതൊക്കെ വലിയൊരു പാസ്റ്റർ എന്നുള്ള നിലയിലുള്ള ഫോണിൽ വിളിച്ചല്ല, മെസ്സേജ് അയക്കുക വാട്സപ്പില്. ഇങ്ങനെ മെസ്സേജ് അയച്ചു, ആന്റി എനിക്കൊരു 500 രൂപ തരും. അപ്പൊ എനിക്ക് തോന്നി ഈ പയ്യൻ എന്നെ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി, അല്ലെ നമ്മളിപ്പം പൈസ കൊടുത്തൊരു പാസ്റ്റർമാർ കൊടുത്ത് പിന്നെ അവർ നമ്മളെ വിളിക്കുക അല്ലെ പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്തില്ലേ. ഈ പയ്യൻ നമ്മളെ പറ്റിക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇല്ല എൻ്റെ കയ്യിൽ ഇതുപോലെ ഇപ്പോൾ ക്യാഷ് ഇല്ല, ഞാൻ ഇതുപോലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുക, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വെച്ചു.
പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. കുറെ നാൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട്, ആന്റി എനിക്ക് 500 രൂപ തരുമോ? ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഇപ്പം ക്യാഷൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഈ പയ്യൻ ശരി ഓക്കെ ആന്റി എന്ന് പറഞ്ഞ് പോയിട്ട് കുറെ കഴിഞ്ഞൊരു 5:30 ആഹാരം. അപ്പൊ ഈ പയ്യൻ പതുക്കെ അങ്ങ് തുടങ്ങി വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കുക. ആന്റിയെ കാണാൻ സൂപ്പർ ആയിരിക്കുന്നു, ആന്റി നല്ല ക്യൂട്ടായിരിക്കുന്നു. എനിക്ക് 50 വയസ്സോളം, എനിക്ക് 47 വയസ്സുള്ള ഒരാളാ. അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്നോട് ഇത് പറയാനുള്ള പ്രായമല്ല, എനിക്ക് നിന്റെ അത്ര പ്രായമുള്ള ഒരു മോളുണ്ട്, എനിക്ക് മെഡിസിൻ പഠിക്കുന്ന ഒരു മോളുണ്ട്, 24 വയസ്സുള്ള ഒരു മോളുടെ അമ്മയാണ് ഞാൻ. അത് ആന്റി കണ്ട അങ്ങനെ പറയത്തില്ല, ആന്റിക്ക് 30 വയസ്സേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഇവന് ഒരു ദൈവദാസന്റെ രീതി അല്ലല്ലോ ഇവന്റെ സംസാരം, ഇവൻ എത്രത്തോളം പറയുന്നെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവന് ശരിയാന്നോ അങ്ങനെ എന്നൊക്കെ വെച്ചോന്ന് ഇവൻ പറഞ്ഞു വന്നപ്പോ എനിക്കൊരു മോനുണ്ട്, 18 വയസ്സുള്ള ഒരു മോനുണ്ട്. അപ്പൊ ഞാൻ മോനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഇവൻ ഇങ്ങനെ ഈ പാസ്റ്റർ എന്ന് പറയുന്ന പയ്യനായി, ഈ പയ്യൻ ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യും. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അവൻ നേവിയില്ല എൻ്റെ മോൻ. അപ്പൊ അവനോട് പറഞ്ഞു, അമ്മേ അവനെ വിളിച്ചു വരുത്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കണ്ടേ, അങ്ങ് കൊടുത്തു വിട്ടാലോ അമ്മേനെ വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ ഇവനോട് ഇതേപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇവൻ എനിക്ക് ഇങ്ങനെ അങ്ങ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും, ആന്റീന്നൊരു 300 പ്രാവശ്യം ഇങ്ങനെ ഇവൻ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഏറ്റവും അവസാനമായപ്പോൾ അവൻ എന്തെന്നോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ആന്റി ഞാൻ 28 വയസ്സായിട്ടേ കല്യാണം കഴിയുള്ളൂ. എത്രയൊന്നും പറയണ്ടല്ലോ ആന്റി, ഞാൻ 28 വയസ്സായിട്ടേ കല്യാണം കഴിയുള്ളൂ, എനിക്ക് അതുവരേക്കും ആന്റിയുടെ കൂടെ താമസിക്കണം. ഏറ്റവും ലാസ്റ്റ് ഇവൻ പറഞ്ഞു വാങ്ങാം എനിക്ക് താമസിക്കണം, ഞാൻ 28 വയസ്സായിട്ടേ കല്യാണം കഴിയും, എനിക്ക് സത്യം പറഞ്ഞു. അപ്പൊ എന്റെ നില വിട്ടു. എത്രയൊക്കെ പറഞ്ഞു. ഇവൻ പറഞ്ഞു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വരാമെന്നല്ലേ എനിക്കങ്ങനെ പറയാം. ഞാൻ ചൊവ്വാഴ്ച രാവിലെ വരും ഒരേ ഒരു വാക്ക് മാത്രം ഞാൻ അവനോട് കള്ളം പറഞ്ഞു. എന്നോട് ചോദിച്ചു ആനിയുടെ മക്കളൊക്കെ എന്ത് സ്കൂളിൽ അങ്ങ് പോകത്തില്ലേ? ഞാൻ പറയും മോൻ എത്രല്ല പഠിക്കുന്നു? ഒരു വാക്ക് മാത്രം ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ മോൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഇവനെ വിളിച്ചു വരുത്തി അടി കൊടുക്കാന്നുള്ള വിചാരത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇവൻ വരട്ടെ, ഇവനെ പൊട്ടിച്ചു വിടാം എന്ന് വിചാരിച്ചു. ഇവര് സ്റ്റേഷനിലൊക്കെ ആക്കാമല്ലോ, നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ വരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവൻ അവസാനം എന്നോട് ചോദിക്കുക എന്റെ കൂടെ എന്റെ കൂടെ ഇരിക്കണം, എന്റെ കൂടെ കിടക്കണം, മറ്റേത് ഒരിക്കലും ഒരു ഇവൻ എത്രത്തോളം പറയുമെന്ന് അറിയാൻ വേണ്ടി മാത്രം. അല്ല ഇവനെ ആദ്യ തുടക്കത്തിൽ നമുക്ക് നിർത്താമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു നിർത്തലാന്ന് പറഞ്ഞു. നിർത്തല, നീ എവിടെ പറഞ്ഞു എവിടെ കയറി പോടാ, നീ എന്തോടാ വിചാരിച്ചെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോൾ ഇവന്റെ ഫാദറിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവന്റെ അപ്പനെ വിളിച്ചുകൊണ്ട് ഇവൻ ഓടി വന്നിട്ട് അപ്പന്റെ ഫോൺ വാങ്ങിയിട്ട് എന്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അവനെ വിളിക്കാനും എന്റെ വാട്സപ്പ് ഒക്കെ അവൻ അങ്ങ് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ എനിക്ക് വീണ്ടും ഇരിക്കിട്ട് സമാധാനമില്ല. എനിക്കിവിടെ ആന്റിമാരൊക്കെ പരിചയമുള്ള പാസ്റ്റേഴ്സിന്റെ വൈഫൊക്കെ അവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു ആന്റി എനിക്ക് ഈ നമ്പർ ഇട്ടു, മോളെ ഈ നമ്പർ വിളിച്ചു മോളെ പറയും ഇവന്റെ കുഞ്ഞാൽ ഇവന്റെ മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അതിനെക്കാട്ടും എനിക്ക് വിഷമമുണ്ടാകുന്ന വേറൊരു കാര്യം, ഇവർ അമ്മയും അപ്പനെ ഞാൻ വിളിച്ചു. ഇവിടെ എൻ്റെ കടയിലെ സ്റ്റാഫിന്റെ ഫോണിൽ ഞാൻ ഇവനെ വിളിച്ചു, ഇവന്റെ അപ്പനെ വിളിച്ചപ്പോൾ അവന്റെ അപ്പനെല്ലാം കേട്ടിട്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ അവന്റെ അമ്മയുടെയിലോട്ട് കൊടുക്കുക, ആന്റി അവർ അമ്മയോടൊന്ന് സംസാരിക്കും. ഇങ്ങനെ ഇവർ അമ്മയോട് ഞാനിത് പറഞ്ഞു. ഇവർ എന്നോട് പറയുക അവന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം. ഞാൻ പറഞ്ഞു ഇവനെ ഇനി ഒരു പോസ്റ്ററിലും കണ്ടുപോയേക്കല്ലേ, ഇവൻ ഒരു മീറ്റിങ്ങിൽ പാസ്സും ആയേക്കല്ലേ, ഇവനോട് വല്ല കൂലിപ്പണി പോയി ജീവിച്ചോളാൻ പറയാൻ പറയും നിങ്ങളുടെ മോനോട് എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുക എൻ്റെ മോന് ജോലി ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവൻ ദൈവവേലയ്ക്ക് പോയതാണ്. ഇന്ന് ഇവനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നാളെ ഇവൻ വല്ല പാവപ്പെട്ട ദൈവദാസന്മാരോ അല്ലെ ഭർത്താക്കന്മാര് വീട്ടിലാത്ത പെണ്ണുങ്ങളോടോ ഒക്കെ ഇവൻ ഇങ്ങനെ പറഞ്ഞു ഇത് വളർത്തിക്കൊണ്ട് പോകണോ വേണ്ടായോ എന്ന് കുറേ പ്രാവശ്യം കൊണ്ടിരുന്ന് ആലോചിക്കുക. അത് ടിജോ തോമസിന്റെ കൂടെ ഇവനെ അവിടുന്ന് അഭിഷേകം വാങ്ങിച്ചുകൊണ്ട് പോയവനാ. ടിജോ പാസ്റ്ററെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയാവുന്ന ആളാ. അവിടുന്ന് ഇവൻ അഭിഷേകം വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവനോട് ചോദിച്ചു, എന്നിട്ടും ഈ പയ്യന് മനസ്സിലാവുന്നില്ല. ഈ പയ്യൻ വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നോട് പറയുക പക്ഷെ ഞാൻ രാത്രി മൊത്തവും സെക്സ് പറയാമല്ലോ, അതായത് ഞാൻ വീഡിയോ കണ്ടോണ്ട്. അപ്പൊ ഇവനൊക്കെ എത്ര പ്രാർത്ഥിക്കും, പിന്നെ അങ്ങനെ ഇങ്ങനെ വളരെ മോശമായിട്ട് അവൻ എന്നോട് സംസാരിച്ചു, വളരെ മോശമായിട്ട് അവൻ ഈ മെസ്സേജ് അയച്ചു. ഇവനെ വെറുതെ വിട്ടാൽ ഇനിയുള്ള കാലത്തിൽ ഇവനെ ഈ പാവപ്പെട്ട ദൈവദാസന്മാരും കാണൂല, അവർക്ക് പോലും അപമാനമല്ലേ. അവരുടെ അമ്മ എന്നോട് പറയുക ഇവന് ജോലിക്ക് പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവൻ ദൈവവേലയ്ക്ക് പോയെന്ന്. അല്ല ദൈവവിളി ഉണ്ടായിട്ട് പോയതല്ല, അവന് കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല ആന്റി, അവന് വയ്യാത്തവനാ, അതുകൊണ്ട് അവൻ ദൈവവേലയ്ക്ക് പോയി വല്ലവന്റെ കയ്യിൽ കാശ് വാങ്ങിച്ച് തിന്ന് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഈ പണി ചെയ്യുക അവന്. ഈ പ്ലാച്ചർ ചെറുക്കൻ അഭിഷിക്തൻ നടത്തിയ ചാറ്റുകൾ കാണുക. പ്ലാച്ചറാണ്, ദൈവപൈതലാണ് കേട്ടോ. വളർന്നു വരുന്ന ഈ ദൈവദാസന്റെ ചാറ്റുകൾ കാണുക, അതും യാതൊരു പരിചയവുമില്ലാത്ത സ്ത്രീയുമായി. ഞങ്ങളിത് നൽകില്ലായിരുന്നു,
പക്ഷേ ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ ചെറിയൊരു തീവെട്ടിയല്ല. ഇവൻ വളർന്നു വന്നാൽ വചന ശുശ്രൂഷയുടെ മറവിൽ കുത്തിമറിയുന്ന നിലവിലുള്ള തീവെട്ടികളെ എല്ലാം ഇവൻ കടത്തിവിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വിവരം പുറത്തുവിടുന്നത്. ഈ വിവരങ്ങൾ നേരിട്ട് തിരക്കാൻ ഞങ്ങൾ ഇവനെ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച മറുപടി കേൾക്കുക. ഹലോ, പ്രൈസ് ലോർഡ്. പ്രൈസ് പാസ്റ്ററാ? ഹലോ, അതെ പ്രൈസ്. പാസ്റ്റർ, ഒരു ചെറിയൊരു പ്രാർത്ഥന ആവശ്യമായിട്ട് വിളിച്ചതേ. പറഞ്ഞു. വേറൊരു റെഫറൻസാ വിളിച്ചേ. എന്തോ? വേറെ ഒരു സാറിന്റെ ഒരു റെഫറൻസിലാ വിളിക്കുന്നേ. ഓക്കെ ഓക്കെ. പാസ്റ്റർ എവിടാ, സ്ഥലം എവിടെ ആയിരുന്നു ഇത്? ഞാനിവിടെ കോട്ടയത്തായിരുന്നു. ആണോ? ഞാൻ കുമ്പളിന്നാ വരുന്നത്. ഓക്കെ. കോട്ടയത്ത് എവിടെയാണ്? കോട്ടയത്ത് മണർകാട്. മണ്ടർകാടോ? അതെ. നമ്മുടെ മിനിസ്ട്രിയുടെ പേരെന്താണ് പാസ്റ്ററെ? നമ്മുടെ മിനിസ്ട്രിയുടെ പേര് GA മിനിസ്ട്രീസ് എന്നാണ്. GAയോ? GA. GA മീൻസ്? GA മീൻസ് ഗ്രേറ്റ് അനോയിന്റിംഗ് മിനിസ്ട്രീസ് എന്നാണ്. ഇത് ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ആണോ അതോ ഏതെങ്കിലും? ഇൻഡിപെൻഡന്റ് മിനിസ്ട്രി ആണ്. പാസ്റ്റർ തന്നെയാണോ? അതെ അതെ. അഭിഷേകം എവിടുന്നായിരുന്നു പ്രാപിച്ചത്? ഞാന് അഭിഷേകം പ്രാപിച്ചത് ഇതാരായിരുന്നു സംസാരിക്കുന്നേ? എന്റെ പേര് മാത്യു എന്നാ. മാത്യു എന്നാണ്. ഓക്കെ. എന്തായിരുന്നു പ്രാർത്ഥന വിഷയം? എന്തായിരുന്നു പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്? ഒന്ന്, ഒരു ആന്റിക്ക് വേണ്ടിയിട്ടായിരുന്നേ. നമ്മുടെ ആന്റിയുടെ ഹസ്ബൻഡ് മറ്റേ ദുബായിലായിരുന്നു. ഓക്കെ. അന്നേരം അവർക്ക് സെക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് വർഷങ്ങളായിരുന്നേ. അന്നേരം അത് പാസ്റ്റർ വന്നൊന്ന് സഹായിച്ച് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. സംഭവം പാളിയെന്ന് കണ്ട് ഇവൻ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഫേസ്ബുക്കും ബ്ലോക്ക് ചെയ്ത് സ്ഥലം വിട്ടു. ഒടുക്കം ആ സ്ത്രീയോട് മാപ്പ് പറയുന്നത് കേൾക്കുക. ആൻറ്റി, എന്നോട് ക്ഷമിക്കാൻ ആൻറ്റി, പ്ലീസ്. സോറി, പ്ലീസ് 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 പ്ലീസ്. എന്നെ ഒരു തവണ കൂടെ എനിക്ക് ക്ഷമിക്കില്ല. ഞാൻ ഒരു പരിപാടിയില്ല, നിർത്തി, പ്ലീസ്. ഇല്ലെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഇത് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതാണ്. സോറി, പ്ലീസ്, ക്ഷമിക്കണം എൻ്റെ. ഐ എം സോ സോറി 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 പ്ലീസ്. എന്നെ ക്ഷമിക്ക്. കുറച്ചും ഒരു എന്താ പറയുക, അറിവില്ലാത്ത രീതിയിലങ്ങ് ക്ഷമിച്ചാൽ മതി, പ്ലീസ്. ഐ എം സോറി, പ്ലീസ് ആൻറ്റി, എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി. എന്നോട് ക്ഷമിക്കുക പ്ലീസ്. ഇനി ആവർത്തിക്കില്ല. കാരണം ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം, മര്യാദയ്ക്ക് ഇരുന്നോളാം. ആൻറ്റി പ്ലീസ് ആൻറ്റി, സോറി ആൻറ്റി. ഓരോ പ്രാവശ്യം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറ്റിയെങ്കിൽ പിന്നെ ഞാനിത് ആവർത്തിക്കില്ലല്ലോ. സോറി, പ്ലീസ്. ഇനി ആവർത്തിക്കില്ല. ഇനി നല്ല നിർത്തി ആൻറ്റി, പ്ലീസ്. ഇവന് 24 വയസ്സ് പോലുമില്ല എന്നോർക്കണം. ഈ പ്രായത്തിൽ ഇതൊക്കെ തോന്നുന്നത് സ്വാഭാവികം. ദേവദാസനാണ്, പ്ലാച്ചറാണ് എന്നൊക്കെ പറഞ്ഞ് ആഭാസതരം കാണിക്കുവാൻ വേണ്ടി ബൈബിൾ ഒരു മറയാക്കി ഇറങ്ങിയതാണിവൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ എക്സ്പോസ് ചെയ്യുന്നത്. പ്രൈസേ, നീ ദൈവദാസനോ സാത്താൻ്റെ ദാസനോ എന്നതൊക്കെ ആദ്യം അവിടെ നിൽക്കട്ടെ. നീ ആദ്യം ആളും തരവും ഒക്കെ നോക്കി കോഴ്സ് ഇറക്കാൻ പഠിക്കുക. മനസ്സിലായില്ലെങ്കിൽ കൈപൊക്കി ഒരു സൂത്രം പറഞ്ഞാട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.